ദുരന്തമുഖത്ത് അങ്ങേയറ്റം വിഷമകരമായ ദാരുണമായ കാഴ്ചകളാണ് എങ്ങും കാണാനുള്ളത്. നേരത്തെ നമ്മുടെ പ്രതിനിധിയോട് സംസാരിച്ച ഒരു അമ്മ പറഞ്ഞതുപോലെ ഇത് ഞങ്ങളുടെ ഗ്രാമമല്ല എന്ന രീതിയിൽ അവരെങ്ങനെയാണോ ആ ഗ്രാമത്തെ വർഷങ്ങളായി കണ്ടിരുന്നത് ആ കാഴ്ചകളല്ല അവിടെ ഉള്ളത്. അതിൻ്റെ രൂപം മാറിയിരിക്കുന്നു, ഭാവം മാറിയിരിക്കുന്നു. ഇതിനപ്പുറത്തേക്ക് അവരോടൊപ്പം ചേർന്ന് ഇന്നലെ ഉറങ്ങാൻ കിടന്ന പലരും ഉണർന്ന് അല്ലെങ്കിൽ ആ ഒരു ചെറിയ സമയത്തിനുള്ളിൽ അവരോട് ഇല്ലാതായിരിക്കുന്ന ദുഃഖകരമായ ഒരു വസ്തുത അത് ഉൾക്കൊള്ളാൻ ഏറെ പ്രയാസപ്പെടുന്ന കാഴ്ച നമ്മൾ കണ്ടു. ആശുപത്രികളിൽ തിരിച്ചു കിട്ടിയ ആശ്വാസത്തിൽ അവിടെ എത്തുമ്പോഴും അവരുടെ മുഖത്ത് ആശ്വാസമില്ല. അതിനപ്പുറത്തേക്ക് ഉറ്റവരെവിടെ, അവരുടെ കൂടെ ഉണ്ടായിരുന്നവരുടെ എന്ന ചോദ്യങ്ങൾ അത് അവരുടെ മാനസികമായി തളർത്തിക്കൊണ്ടിരിക്കുന്നെന്ന് മിനിസ്റ്റർ അടക്കം നമ്മളോട് പറഞ്ഞാണ്. അതിനപ്പുറത്തേക്ക് ഒരു ആയുഷ്കാലം കൊണ്ട് സമ്പാദിച്ചു കൂട്ടിയ പലതാണ്. ഒരു തോട്ടം മേഖലയാണ്. സാമ്പത്തികമായൊക്കെ വലിയ ഉന്നമനമൊന്നും ഇല്ലാത്ത അതിസാധാരണക്കാരനായ ആളുകൾ താമസിക്കുന്ന മുണ്ടക്കൈ ഭാഗമാണ്. അവിടെയുള്ള ഒരു ആയുഷ്കാലം കൊണ്ട് സമ്പാദിച്ചു കൂട്ടിയതെല്ലാം ഒരൊറ്റ ഉരുളിൽ തകർന്നത് നിസ്സഹായതയോടെ കണ്ടു നിന്നവരുടെ അത്രത്തോളം വിഷമകരമായ വാക്കുകളാണ് നമ്മൾ കണ്ടത്. ഇപ്പോഴും ദുരന്തമുഖത്ത് അവിടെയുള്ളവർ ക്യാമ്പുകളിലടക്കം 3000-ലധികം ആളുകളുണ്ട്. ഇവർക്ക് വേണ്ട ഭക്ഷണങ്ങൾ, വസ്ത്രങ്ങൾ, അത്തരത്തിലുള്ള എല്ലാ ബേസിക് നീഡ്സും അതിനുള്ള എല്ലാ സൗകര്യങ്ങളും അവിടെ രക്ഷാപ്രവർത്തകർ അതിനോടൊപ്പം സാമൂഹിക പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്നു. നേരത്തെ ജില്ലാ പഞ്ചായത്ത് കേന്ദ്രീകരിച്ച്, കളക്ടറേറ്റ് കേന്ദ്രീകരിച്ച് ഇത്തരത്തിൽ ഭക്ഷണത്തിൻ്റെയും വസ്ത്രങ്ങളുടെയും ഒക്കെ കളക്ഷൻ മുന്നോട്ട് കൊണ്ടുവന്നിരുന്നു. ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് വലിയ രീതിയിൽ തന്നെ അവർക്ക് വേണ്ട സാധനങ്ങൾ എത്തിച്ചിരുന്നു. അങ്ങനെ ഒരു ദുരന്തമുഖത്ത് ഒരു ചേർത്തുകെട്ടലിൻ്റെ, ഒരു ഐക്യത്തിൻ്റെ കാഴ്ചകൾ കൂടി നമ്മൾ കാണുന്നു. ഇപ്പോൾ രാഹുൽ സുരേഷ് കമ്മ്യൂണിറ്റി ഹെൽത്ത് സെന്റർ മേപ്പാട് നമ്മോടൊപ്പം ചേരുന്നു. ഈ CHCയിലാണ് ഇപ്പോൾ രാഹുൽ, ഇപ്പോൾ ഈ CHCയിലാണ് ഇപ്പോൾ ഈ ദുരന്തമുഖത്തു നിന്നുള്ള മൃതദേഹങ്ങളെല്ലാം എത്തിച്ചിരിക്കുന്നത് മനസ്സിലാക്കുന്നു. ഇപ്പോൾ രക്ഷാപ്രവർത്തനം പൂർത്തിയായതോടുകൂടി ഏകദേശം അവിടെ ഇന്നത്തെ ഇതിൽ നിന്നും എല്ലാ മൃതദേഹങ്ങളും അവിടെ എത്തിച്ചേർന്നെന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ എത്ര മൃതദേഹങ്ങൾ അവിടെയുണ്ട്, എത്രത്തോളം മൃതദേഹങ്ങളുടെ പോസ്റ്റ്മോർട്ടം പൂർത്തിയാക്കി വേണ്ടപ്പെട്ടവർക്ക് വിട്ടുകൊടുത്തു നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നു? സുഹേൽ, ഏറ്റവും ഒടുവിൽ 135 പേരുടെ മരണമാണ് ആരോഗ്യ വകുപ്പ് സ്ഥിരീകരിച്ചിട്ടുള്ളത്. അതിൽ CHCയിൽ 77 പേരുടെ മൃതദേഹങ്ങൾ എത്തിച്ചിട്ടുണ്ട്. 37 പുരുഷന്മാരുടെയും 40 സ്ത്രീകളുടെയും മൃതദേഹമാണ് CHCയിൽ ഉള്ളത്. അതിൽ 61 പേരുടെ മൃതദേഹങ്ങൾ ബന്ധുക്കൾ തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിന്റെ പോസ്റ്റ്മോർട്ടം നടപടികൾ ഉൾപ്പെടെ ഏതാണ്ട് അവസാന ഘട്ടത്തിലേക്ക് എത്തുകയാണ്. ആരോഗ്യമന്ത്രി അല്പം മുമ്പ് പറഞ്ഞ പോലെ തന്നെ 116 പേരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയായിട്ടുണ്ട്. ഇനി ഏതാനും പോസ്റ്റ്മോർട്ടം മാത്രമാണ് പൂർത്തിയാകാനുള്ളൂ. CHCയിലെ മാത്രമല്ല വിംസിലെ ഉൾപ്പെടെ ആശുപത്രിയിൽ എത്തിച്ച മൃതദേഹങ്ങൾ കൂടി ഇവിടെ എത്തിച്ച് അവയുടെ പോസ്റ്റ്മോർട്ടം നടപടികളും ഇതേ ആശുപത്രിയിൽ തന്നെയായിരുന്നു നടക്കുന്നത്. അതാണ് അല്പം വൈകാൻ കാരണമായിട്ടുള്ളത്. ആ നടപടികൾ ഏതാണ്ട് അരമണിക്കൂറിനുള്ളിൽ പൂർത്തിയാകും എന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇനി നാളത്തെ രക്ഷാദൗത്യത്തിലാണ് ഏവരുടെയും പ്രതീക്ഷ. കൂടുതൽ ദൗത്യ അംഗങ്ങൾ തിരുവനന്തപുരത്ത് നിന്ന് ഉൾപ്പെടെ ഇവിടേക്ക് എത്തുകയാണ്. അപ്പോൾ നാളെ കുറെ കൂടി ഊർജിതമായ ഒരു രക്ഷാപ്രവർത്തനം നടക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. മണ്ണ് മാറ്റിയുള്ള ഒരു രക്ഷാദൗത്യം നാളെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അത് ഇന്ന് രാത്രിയിൽ മഴ മാറി നിൽക്കുകയാണെങ്കിൽ കൂടുതൽ സൈന്യ അംഗങ്ങൾക്ക് അവിടേക്ക് ആ രക്ഷാദൗത്യ സ്ഥലത്തേക്ക് എത്താൻ സാധിക്കും. അതുകൊണ്ട് കുറെ കൂടി ഊർജിതമായ ഒരു രക്ഷാപ്രവർത്തനം നാളെ ഉണ്ടാകാനാണ് സാധ്യത. ഇപ്പോൾ കാണാതായിട്ടുള്ള കൂടുതൽ ആളുകൾ ജീവനോടെ തന്നെ ജീവിതത്തിലേക്ക് തിരിച്ചു വരട്ടെ എന്ന് തന്നെയാണ് നമുക്കും ഈ ഘട്ടത്തിൽ പറയാനുള്ളത്. കുടുംബാംഗങ്ങൾ അതേ പ്രതീക്ഷയിൽ തന്നെയാണ് കാത്തിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് നമ്മൾ ഈ ക്യാമ്പുകളിൽ എത്തിയപ്പോൾ പലരും നമ്മളോട് സംസാരിച്ചിരുന്നു. അപ്പോഴും നിരവധി ആളുകളെ കാണാനില്ല എന്ന കാര്യമാണ് പറയുന്നത്. ഒരമ്മയോട് സംസാരിച്ചപ്പോൾ അമ്മയുടെ 2 മക്കളെ കാണാനില്ല എന്ന് പറയുന്നു. അമ്മയ്ക്ക് ആ 2 മക്കൾ മാത്രമാണ് ഉള്ളത്. അവർ ഉടൻ തിരിച്ചു വരുമെന്ന പ്രതീക്ഷയിൽ കാത്തിരിക്കുകയാണ്. ആ മകന്റെ ഫോൺ നമ്പർ എനിക്ക് ഒന്ന് വിളിച്ചു നോക്കാൻ പറഞ്ഞു. പക്ഷെ ആ ഫോൺ സ്വിച്ച് ഓഫ് ആണ്. പക്ഷെ ഇപ്പോഴും പ്രതീക്ഷയോടെ കാത്തിരിക്കുകയാണ്. അങ്ങനെ നിരവധി നൂറുകണക്കിന് ആളുകളാണ് വയനാട് ഉൾപ്പെടെ ഉള്ള ഇടങ്ങളിൽ ഉറ്റവർക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. അതിൽ എടുത്തു പറയേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം തോട്ടം മേഖലയാണ്. തമിഴ്നാട്ടിൽ നിന്നും കർണാടകയിൽ നിന്നും ഉൾപ്പെടെ അന്യസംസ്ഥാന തൊഴിലാളികൾ ജോലി ചെയ്യുന്ന ഒരു സ്ഥലം കൂടിയാണ്. അങ്ങനെ വന്നാൽ കൂടുതൽ ആളുകളെ കാണാതായിട്ടുണ്ട്. ഇപ്പോൾ അവിടെയുള്ള ആളുകൾ പറയുന്നതനുസരിച്ച് CHCയിലെ കണക്ക് പ്രകാരം 400 ആളുകളെയാണ് കാണാതായിട്ടുള്ളത്. പക്ഷേ അത് കൂടുതൽ ആളുകളെ കാണാതാകാനുള്ള ഒരു സാധ്യത കൂടിയുണ്ട്. ആ കണക്ക് ഇനിയും വർദ്ധിക്കാൻ തന്നെയാണ് സാധ്യത. എന്താണെങ്കിലും നാളെ കാലാവസ്ഥ ആവുകയാണെങ്കിൽ കൂടുതൽ ഊർജ്ജസ്വലമായ ഒരു രക്ഷാപ്രവർത്തനം ഉണ്ടാകുമെന്ന് തന്നെയാണ് നമ്മൾ രാഹുൽ സുരേഷാണ് വിശദാംശങ്ങൾ നൽകിയത്. 400-ലേറെ ആളുകളെ കാണാതായി എന്നാണ് അനൗദ്യോഗികമായ രീതിയിലെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. മരണസംഖ്യതിനപ്പുറത്തേക്ക് ഉയരാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കാം. ഇപ്പോൾ സമീർ ബിൻ കരീം കൂടി ചേരുന്നു. സമീർ, ഈ മുണ്ടക്കൈ ഭാഗത്ത് നിന്ന്
486 വരെ രക്ഷപ്പെടുത്തിയെന്ന വാർത്തയാണ് നമുക്ക് വന്നത്. ഇപ്പോൾ രക്ഷാദൗത്യത്തിലുണ്ടായിരുന്ന അല്ലെങ്കിൽ അവിടെ സഹായത്തിലുണ്ടായിരുന്ന ഒരു സമീറിൻ്റെ കൂടെ ഉണ്ടെന്ന് മനസ്സിലാക്കുന്നു. നേരത്തെ നമ്മളോട് പ്രതികരിച്ചവരിൽ പലരും പറഞ്ഞത് ഈ ചൂരൽമല പുഞ്ചിരിമല എന്നൊരു മേഖല അവിടെ ഇപ്പോഴും ചില ആളുകൾ സ്ട്രെയിൻഡായി ഒറ്റപ്പെട്ട് നിൽക്കുന്നു എന്ന് പറയുന്നു. ഒപ്പം അട്ടമലയിൽ അവിടെ ഒരു മദ്രസയിൽ 100ഓളം ആളുകളുണ്ടെന്ന് പറയുന്നു. ഇവരോട് സംസാരിക്കുമ്പോൾ നമുക്ക് ഈ മുണ്ടക്കൈ ഒഴികെ ബാക്കി ഈ മുണ്ടക്കൈയാണ് ഈ പ്രളയ അല്ലെ ഈ ഉരുൾപൊട്ടലിൻ്റെ എക്സ്ട്രീം കോൺസിക്വൻസ് അനുഭവിച്ച ഇടമെന്ന് മനസ്സിലാക്കാം. അതിനപ്പുറത്തേക്ക് ഈ അട്ടമല ചുരൽമല ഭാഗത്തടക്കം ഇപ്പോഴും ആളുകൾ ഒറ്റപ്പെട്ട് കിടക്കുന്നു എന്ന അനൗദ്യോഗികമായ വാർത്തകൾ വരുന്നു. അതിൽ എന്തെങ്കിലും ഒരു വിശദീകരണം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫാക്ച്വലായ വിവരങ്ങൾ അവർക്ക് നൽകാനാകുമോ സമീർ? ഇത്തരം വിവരങ്ങൾ വളരെ വിശദമായി തന്നെ രക്ഷാപ്രവർത്തകരോട് ചോദിക്കാം. ഇപ്പോൾ ഇവിടെ ഏതാനും ചില രക്ഷാപ്രവർത്തകരുണ്ട്. ഇവർ രാവിലെ മുതൽ തന്നെ ഈ പ്രവർത്തനങ്ങളിൽ സജീവമായിരുന്നു എന്നുള്ളതാണ്. നിലവിൽ ഏത് ഭാഗത്തായിരുന്നു രക്ഷാപ്രവർത്തനം നടത്തിയത്? നിലവിലിപ്പോ ചൂരൽ ചില സാങ്കേതിക തടസ്സങ്ങൾ സ്വാഭാവികമായും ഒരു വലിയ ദുരന്ത മേഖലയാണ്. നമ്മുടെ ഈ റേഞ്ച് അടക്കമുള്ള പ്രശ്നങ്ങൾ അവിടെ റേഞ്ച് ഇഷ്യൂ അടക്കമുണ്ട്. ഇപ്പോൾ സമീർ ബിൻ കരീമായിരുന്നു വിശദാംശങ്ങൾ നൽകിയത്. ഇപ്പോൾ നേരത്തെ ഈ മുണ്ടക്കൈ ഭാഗത്ത് 486 പേരെ രക്ഷപ്പെടുത്തിയെന്ന ഔദ്യോഗിക സ്ഥിരീകരണം വരുന്നു. ഇതിനപ്പുറത്തേക്ക് അട്ടമല ചുരൽമല എന്നിവിടങ്ങളുണ്ട്. നേരത്തെ പലരും പ്രതികരിച്ചപ്പോൾ ഇവിടങ്ങളിലെല്ലാം ആളുകൾ കിടക്കുന്നു എന്ന വാർത്ത നമുക്ക് വരുന്നുണ്ട്. പക്ഷേ അത് ഔദ്യോഗികമായ ഒരു സ്ഥിരീകരണം ഉണ്ടാകുന്നില്ല. അത്തരം മേഖലകൾ നിലവിലെ സ്ഥിതിയിൽ അവർ സുരക്ഷിതരാണെന്ന ആശ്വാസ വാർത്തയാണ് വരുന്നത്. അവർ ഇപ്പോഴും കുടുങ്ങിക്കിടക്കുകയാണോ, അതിനപ്പുറത്തേക്ക് കൂടുതൽ പേരുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ വ്യക്തമാകണമെങ്കിൽ നാളത്തെ രക്ഷാദൗത്യം ആരംഭിക്കേണ്ടതുണ്ട്. സ്വാഭാവികമായും അതിനുള്ള ക്രമീകരണങ്ങൾ ഏകദേശം പൂർത്തിയായി കഴിഞ്ഞിരിക്കുന്നു. ഹൈലി അഡ്വാൻസ്ഡ് ടെക്നോളജീസ്, മെഷീനറീസ്, ഒപ്പം മാൻഫോഴ്സ്, ഈ മനുഷ്യബലം, ഇതെല്ലാം ചേർന്നുകൊണ്ടുള്ള അതീവ ദുഷ്കരമായ ഒരു ദൗത്യമായിരിക്കും നാളത്തെ എന്ന കാര്യത്തിൽ സംശയമില്ല. കാരണം മുണ്ടക്കൈയിൽ നിന്ന് ദൗത്യം പൂർത്തിയാക്കി ഇന്ന് തിരികെ വന്നവർ പറഞ്ഞതനുസരിച്ചാണെങ്കിൽ ഒരു നില വീടിൻ്റെയൊക്കെ ടെറസ് മൂടുന്ന രീതിയിൽ മണ്ണടിഞ്ഞു കൂടിയിട്ടുണ്ട്. അതായത് ഏകദേശം അത്രയും ഹൈറ്റിൽ മണ്ണുണ്ട്. അതിന് താഴോട്ട് വീടുകൾ ഉണ്ടാകാം, ചിലപ്പോൾ വീടിനുള്ളിൽ ആളുകൾ ഉണ്ടാകാം. അങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കാം. അവരെല്ലാം സുരക്ഷിതമായ ഇടങ്ങളിലേക്ക് മാറിയിട്ടുണ്ടാകും െന്ന് പ്രതീക്ഷിക്കാം. അത്തരത്തിൽ വലിയ രീതിയിലുള്ള രക്ഷാപ്രവർത്തനം നാളെ അനിവാര്യമായി ചെയ്യേണ്ടി വരും. അതിന് താൽക്കാലികമായി പാലം പണിയുന്നു. അതായത് മുണ്ടക്കൈ ഭാഗത്തേക്ക് ഏറ്റവും വേഗത്തിൽ എല്ലാ ടെക്നോളജിയും ഉപയോഗിച്ചുകൊണ്ട് ആക്സസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു പാലം അത് താൽക്കാലികമായി കൂടുതൽ ശക്തിയോടെ നിർമ്മിക്കുകയായിരിക്കും ഈ ദൗത്യ സംഘത്തിൻ്റെ ആദ്യത്തെ പ്ലാൻ. അത്തരത്തിലൊരു ആക്ഷൻ പ്ലാൻ ആയിരിക്കും നാളത്തെ ദൗത്യത്തിൽ ആദ്യം ഊന്നൽ നൽകുക എന്ന് നമുക്ക് ഇപ്പോൾ പ്രതീക്ഷിക്കാം. അതിനപ്പുറത്തേക്ക് ചൂരൽമല പുഞ്ചിരിമല നമ്മൾ അറിഞ്ഞ ഭാഗങ്ങളാണ് പറയുന്നത്. അട്ടമലയിൽ ഒരു മദ്രസിൽ 100 പേർ. അങ്ങനെ നമ്മൾ ഈ ഘട്ടത്തിലും ഈ മണിക്കൂറുകളിലും ഇങ്ങനെ ഇവിടെയൊക്കെ ആളുകൾ കുടുങ്ങിക്കിടക്കുന്നു എന്ന വാർത്ത നമ്മൾ കേൾക്കുന്നു. പക്ഷേ ആശ്വാസകരം എന്ന് വെച്ചാൽ മുണ്ടക്കൈ പോലെ അത്രത്തോളം ദുർബലമായ ഒരു വളർവായ സോയിലല്ല. അത്തരത്തിൽ ഒരു അപകട സാധ്യത നിലവിലില്ല. അതൊരു ആശ്വാസ വാർത്തയാണ്. എന്നിരുന്നാലും അവരെയെല്ലാം വളരെ വേഗത്തിൽ ആ ജീവൻ്റെ തുടുപ്പോടുകൂടി തന്നെ ഇവിടെ എത്തിക്കാനാകുമെന്ന വലിയ പ്രതീക്ഷ നമുക്കുണ്ട്. അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്ന് ആഗ്രഹിക്കുന്നു. വിംസ് ആശുപത്രികളടക്കം ഇപ്പോൾ 130-ലധികം ആളുകൾ ചികിത്സയിലുണ്ട്. CHCയിൽ 75ഓളം മൃതദേഹങ്ങളുണ്ട്. അതിനപ്പുറത്തേക്ക് ഈ ഇന്ന് മുണ്ടക്കൈയിൽ ഉരുൾപൊട്ടി പല മൃതദേഹങ്ങളും ചാലിയാർ പുഴയിൽ നിന്നാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. ഇത്തരത്തിൽ അവിടെ നിന്ന് ലഭിച്ച മൃതദേഹങ്ങൾ നിലമ്പൂരിലെ ആശുപത്രികളിലുണ്ട്. ഇപ്പോൾ നേരത്തെ നമ്മൾ കണ്ട കാഴ്ചയാണ്. അതായത് ഓരോ ആശുപത്രികളിൽ നിന്ന് ആശുപത്രികളിലേക്ക് പ്രിയപ്പെട്ടവരെ തേടിയുള്ള യാത്രയാണ് പലരുടെയും. പല ജില്ലകളിൽ നിന്ന് എത്തിയവരുണ്ട്. ഈ വാർത്ത കേട്ടത് മുതൽ അവരെ നിരന്തരം വിളിച്ച് ഒരു റെസ്പോണ്ടും ഇല്ലാത്തത് കൊണ്ട്, അവരുടെ ഒരു വിവരവും ഇല്ലാത്തത് കൊണ്ട് വേഗത്തിൽ ജില്ലയിലെത്തിയ അതാത് ആശുപത്രികളിലും ക്യാമ്പുകളിലും അവരുടെ പ്രിയപ്പെട്ടവരുണ്ടോ എന്ന് നോക്കുന്ന സങ്കടകരമായ കാഴ്ച. ആ ചികിത്സാ ബോർഡുകളിൽ ഞങ്ങളുടെ പ്രിയപ്പെട്ടവരുടെ പേരുണ്ടാകണമെന്ന് ആഗ്രഹിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. അത്തരത്തിൽ CHCയിലും ഇപ്പോൾ വിംസ് ആശുപത്രിയിലും എത്തിയ ആളുകൾ അവരുടെ പ്രിയപ്പെട്ടവരുണ്ടോ എന്ന് നോക്കുന്നു. അവിടെ ഇല്ലാത്തവർ നിലമ്പൂരിൽ ചില മൃതദേഹങ്ങൾ ഉണ്ടെന്ന് മനസ്സിലാക്കി അത്തരത്തിലൊരു സംശയം പ്രകടിപ്പിക്കുന്നു. പക്ഷേ ഒരു ഏകോപന സ്വഭാവം നിലവിൽ ഈ സാഹചര്യത്തിൽ നമുക്ക് സാധ്യമായിട്ടില്ല. നിലമ്പൂരിൽ ആരൊക്കെയുണ്ട്? സ്വാഭാവികമായും വലിയ പരിക്കുകളോടെയാണ് പല മൃതശരീരങ്ങളും ഉള്ളത്. തിരിച്ചറിയാൻ പ്രയാസമാണ്. ഈ ഒരു പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ ആരൊക്കെ അവിടെ ഉണ്ടെന്ന വിവരം ഈ വിംസിലും CHCയിലും അടക്കം അറിയിക്കാൻ കഴിഞ്ഞിട്ടില്ല. വരും മണിക്കൂറുകൾ നിലമ്പൂരിലടക്കം നിലമ്പൂർ, CHC, വിംസ് ആശുപത്രി, ഈ 3 ആശുപത്രികൾ തമ്മിലൊരു ഏകോപനം ഉണ്ടാകും എന്ന് പ്രതീക്ഷിക്കാം. അങ്ങനെ ഉണ്ടായാൽ പല ജില്ലകളിൽ നിന്ന് ഈ മേപ്പാടി ഭാഗത്തേക്ക് എത്തിയവരുടെ പ്രിയപ്പെട്ടവരുണ്ടോ എന്ന് അന്വേഷിക്കുന്നവർക്ക് ചെറിയ രീതിയിലെങ്കിലും അതൊരു ആശ്വാസകരമാകുന്ന കാര്യമായിരിക്കും എന്ന കാര്യത്തിൽ സംശയമില്ല. നമ്മൾ കണ്ടതുപോലെ NDRF ഉണ്ടായിരുന്നു, ഫയർ ആൻഡ് റെസ്ക്യൂ ടീം ഉണ്ടായിരുന്നു, എയർഫോഴ്സ് ഉണ്ടായിരുന്നു, കരസേന ഉണ്ടായിരുന്നു. അതിനപ്പുറത്തേക്ക് സന്നദ്ധരായി അവരുടെ പ്രിയപ്പെട്ടവരെ അല്ലെങ്കിൽ ഇന്നേവരെ കണ്ടിട്ടില്ലാത്ത, കേട്ടിട്ട് മാത്രം പരിചിതമുള്ള ഒരു നാടിനെ അവരെ പ്രിയപ്പെട്ടവരാക്കി കരുതിക്കൊണ്ട് അവരുടെ ജീവനായി എത്തിയവർ, അവരെ രക്ഷിക്കാനായി എത്തിയവർ, അങ്ങനെ ഒരു വലിയ സംഘം
പൊതു സന്നദ്ധ സേവനത്തിന് തയ്യാറായി വന്ന പ്രിയപ്പെട്ടവരുണ്ട്. അവരെല്ലാം ഇപ്പോൾ അവിടെ തന്നെ ഈ ചൂരൽമല ഭാഗത്തുണ്ട്. അവർക്ക് വേണ്ട സൗകര്യങ്ങൾ അവിടുത്തെ പ്രാദേശികപരമായ ആളുകൾ ഒരുക്കി കൊടുക്കുന്നു, അവർക്ക് വേണ്ട ഭക്ഷണം ഒരുക്കി കൊടുക്കുന്നു. അതിനപ്പുറത്തേക്ക് ഈ ക്യാമ്പുകളിൽ വേണ്ട വസ്ത്രങ്ങൾ, അതായത് ഇന്നലെ രാത്രി ഉരുൾപൊട്ടിയപ്പോൾ ഉറങ്ങിക്കിടക്കുമ്പോൾ ധരിച്ചത് എന്താണോ ആ ഒരു വസ്ത്രം മാത്രം ബാക്കിയാക്കി ജീവൻ കൊണ്ട് ഓടിയെത്തിയ ആയിരക്കണക്കിന് പ്രിയപ്പെട്ടവരുണ്ട്. അവർക്ക് വേണ്ട വസ്ത്രങ്ങൾ, ബേസിക്കായി വേണ്ട എല്ലാ ആവശ്യമായ സാധനങ്ങൾ എല്ലാം അവിടെ എത്തിക്കുന്നു. ഇപ്പോൾ അഭിജിത്ത് മുഴക്കുന്നോട് ചേരുന്നു. അഭിജിത്ത്, നാളത്തെ ഒരു ആക്ഷൻ പ്ലാൻ എങ്ങനെയാണെന്ന് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ? നമുക്ക് മനസ്സിലാക്കുന്നത് മുണ്ടക്കൈ 486 വരെ രക്ഷപ്പെടുത്തി. പക്ഷേ ഇപ്പോഴും ഈ മുണ്ടക്കൈയുടെ താഴെ ഭാഗം അട്ടമല, ചുരമല ഭാഗത്ത് പലരും ഒറ്റപ്പെട്ട് കിടക്കുന്നു എന്ന് അനൗദ്യോഗിക വാർത്തകൾ വരുന്നതിലൊരു സ്ഥിരീകരണം ഉണ്ടായിട്ടുണ്ടോ? വിശദാംശങ്ങൾ. സുഹൈൽ സൂചിപ്പിച്ചതുപോലെ തന്നെയാണ് ഈ അട്ടൽമലയിലൊക്കെ കൂടുതൽ പേർ കുടുങ്ങിക്കിടക്കാനുള്ള ഒരു സാധ്യത തള്ളിക്കളയുന്നില്ല രക്ഷാപ്രവർത്തന സംഘം. കാരണം ആ രീതിയിലുള്ള ഒരു മണ്ണിടിച്ചിലാണ്, മലവെള്ളപ്പാച്ചിലാണ് ആ മേഖലയിൽ ഉണ്ടായിട്ടുള്ളത്. അതിനാൽ തന്നെ ആ മേഖല കേന്ദ്രീകരിച്ചുള്ള രക്ഷാപ്രവർത്തനത്തിന് നാളെ കൂടുതൽ ഊന്നൽ നൽകാനാണ് സാധ്യത. ഒപ്പം തന്നെ ചൂരൽമല മേഖലയിൽ ഉൾപ്പെടെ മണ്ണിനടിയിൽ കൂടുതൽ പേർ കുടുങ്ങിക്കിടക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതിനാൽ ഈ കുടുങ്ങിക്കിടക്കുന്നവരെ, മണ്ണിനടിയിൽ ഉൾപ്പെടെ കുടുങ്ങിക്കിടക്കുന്നവരെ പുറത്തെത്തിക്കുക, അവരെ രക്ഷപ്പെടുത്തുക എന്നുള്ള കാര്യത്തിന് പ്രഥമ പരിഗണന നൽകിക്കൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനത്തിലേക്കായിരിക്കും നാളെ ദൗത്യസംഘം നീങ്ങുക. അപ്പോഴും വെല്ലുവിളി ഈ രീതിയിൽ ഇതിനുള്ള സംവിധാനങ്ങൾ എങ്ങനെ എത്തിക്കും, മുണ്ടക്കൈ മേഖലയിലേക്ക് ഉൾപ്പെടെ ഈ രീതിയിലുള്ള സംവിധാനങ്ങൾ എങ്ങനെ എത്തിക്കും എന്നുള്ള ചോദ്യമാണ് അവിടെ നിലനിൽക്കുന്നത്. പ്രധാനപ്പെട്ട ഒരു പ്രശ്നം ഇന്ന് ഉച്ച കഴിഞ്ഞ് മഴ മാറി നിന്നിരുന്നു. പക്ഷെ വൈകിട്ടോടുകൂടി കോടമഞ്ഞുണ്ടാകുന്ന ഒരു സാഹചര്യം. എന്നാൽ ഇതിനെയൊക്കെ അതിജീവിച്ചുകൊണ്ടുള്ള ഒരു രക്ഷാപ്രവർത്തനമാണ് ഇന്നുണ്ടായത്. വ്യോമസേന ഉൾപ്പെടെ എത്തി ഈ ഒരു രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്ന കാഴ്ച നമ്മൾ കണ്ടതാണ്. പക്ഷെ അപ്പോഴും ഏതെങ്കിലും രീതിയിൽ മഴയുണ്ടാവുകയാണെങ്കിൽ, കോടമഞ്ഞുണ്ടാവുകയാണെങ്കിൽ അതൊക്കെ ഈ രക്ഷാപ്രവർത്തനത്തെ ദുഷ്കരമായി ബാധിക്കുക, രക്ഷാപ്രവർത്തനത്തെ ശ്രമകരമാക്കാനുള്ള ഒരു സാധ്യത അവിടെ നിലനിൽക്കുന്നുണ്ട്. അതിനാൽ തന്നെ കൃത്യമായ ഒരു മാസ്റ്റർ പ്ലാനോടുകൂടി, കൃത്യമായ രീതിയിലുള്ള ഒരു ആസൂത്രണത്തോടുകൂടി മുന്നോട്ട് നീങ്ങുക എന്നുള്ളതാണ് നിലവിൽ രക്ഷാപ്രവർത്തന സംഘത്തിന്റെ മുന്നിലുള്ള കാര്യം. ആ രീതിയിലുള്ള ആക്ഷൻ പ്ലാനുകൾ, മാസ്റ്റർ പ്ലാനുകൾ ഇന്ന് രാത്രിയോടുകൂടി. ശരി, ഇന്നത്തെ രാത്രി വളരെ നിർണായകമാണ്. ദൗത്യം അവസാനിപ്പിച്ചു കഴിഞ്ഞെങ്കിലും ദൗത്യ സംഘത്തെ സംബന്ധിച്ചിടത്തോളം ഉറക്കമില്ലാത്ത രാത്രി എന്ന് നമുക്ക് വിശേഷിപ്പിക്കേണ്ടി വരും. കാരണം വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളിൽ കൂടിയാലോചനകൾ വേണ്ട രാത്രിയാണിത്. നാളെ ഒരുപാട് വെല്ലുവിളികൾ ഈ തെരച്ചിലിന് നേരിടാൻ സാധ്യതയുണ്ട്. അതിനെ എങ്ങനെ മറികടക്കണം എന്നുള്ള കാര്യത്തിലുള്ള കൂടിയാലോചന, തീരുമാനങ്ങൾ ഇന്നത്തെ രാത്രിയിൽ ഉണ്ടാകണം. മറ്റൊന്ന് വളരെ പ്രധാനപ്പെട്ടത് ഈ കാണാതായവരുടെ കണക്കാണ്. ഇപ്പോഴും അത് സംബന്ധിച്ച് ഒരു അവ്യക്തത തുടരുന്ന പശ്ചാത്തലത്തിൽ നിലവിൽ ലഭ്യമായിരിക്കുന്ന വിവരങ്ങളിൽ നിന്ന് ആരെയൊക്കെയാണ് കാണാതായിരിക്കുന്നത് എന്നത് സംബന്ധിച്ചൊരു കൃത്യമായ കണക്കിലേക്ക് എത്താനുള്ള ശ്രമം ഇന്നത്തെ രാത്രിയിൽ ഉണ്ടാകും. അതുപോലെ കാലാവസ്ഥ അനുകൂലമായി നിന്നിട്ടുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം. നാളെ രാവിലെ എന്തായിരിക്കും സാഹചര്യമെന്ന് നമുക്ക് മുൻകൂട്ടി കാണുക വയ്യ. അതുകൊണ്ട് കാലാവസ്ഥ മോശമാണെങ്കിൽ അതിനെ മറികടക്കാൻ കഴിയുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ ഏർപ്പെടുത്തുക, അതിനുവേണ്ട ക്രമീകരണങ്ങൾ നടത്തണം. ഒരു ഘട്ടം കഴിഞ്ഞാൽ മഞ്ഞ് ശക്തമാകുന്ന നിലയുണ്ടാകും, അതിനെ എങ്ങനെ മറികടക്കണമെന്ന് ആലോചിക്കണം. അങ്ങനെ വളരെ പ്രധാനപ്പെട്ട കൂടിയാലോചനകളുടെ മണിക്കൂറാണിത്. നേരത്തെ മന്ത്രി PM മുഹമ്മദ് റിയാസ് പറയുന്നുണ്ടായിരുന്നു ആ യോഗം അവർ ചേരും എന്ന്. അത് പൂർത്തിയായോ എന്നുള്ള കാര്യം അറിയില്ല.